ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് പലഹാരമാണ്, അതായത് ആവിയിൽ വേവിച്ചെടുത്ത അരിപ്പൊടി കൊണ്ടുള്ളൊരു പലഹാരം. വളരെ ടേസ്റ്റാണ് ഇതുണ്ടാക്കി നോക്കാനായിട്ട്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ അരിപ്പൊടി അത് അത്ര അളവിൽ തന്നെ തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടി ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് ശർക്കരപ്പാനി ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ശർക്കര, അതിൻ്റെ ഇടയിൽ 3 ശർക്കര ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈക്ക് പറ്റുന്ന ചൂടിൽ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. ഇതുപോലെ ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടണം നമ്മൾ ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഉൾഭാഗത്ത് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ചെറിയ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലതും ഇതുപോലെ എത്ര വലുപ്പമാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ഓട്ടപാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ആവി ചൂട് കയറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള അടപ്പിന് ഹോൾ ഉണ്ടാവുമല്ലോ, അതൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എപ്പോഴും എണ്ണക്കടി ഉണ്ടാക്കുന്നവർക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണിത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണിത്. വൈകുന്നേരം 4 മണിക്കോ ഏത് സമയത്തും ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. എല്ലാവരും നല്ല ദിനങ്ങളിലൂടെ കടന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു.